പ്രിയമുള്ളവരെ, കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ശക്തമായി ദൈവത്തെ ആരാധിക്കുകയായിരുന്നു. ദൈവത്തിന്റെ വൻ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിൽ കടന്നു വരുവാൻ വിശ്വാസത്തിന്റെ ചില മേഖലകളിൽ നമ്മൾ വീണ്ടും ശക്തി പ്രാപിക്കണമെന്ന കർത്താവിന്റെ വചനം പറയുന്നു. നമ്മൾ ഇന്നലെയുള്ള വിശ്വാസമല്ല, ഇന്നലെ വരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു വിശ്വാസ തലമല്ല ഇനി അങ്ങോട്ട് കടന്നു വരേണ്ടത്. അതിനേക്കാൾ ശക്തമായ, അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം കൊണ്ടായിരിക്കണം നമ്മൾ ബലപ്പെടേണ്ടത്. എത്ര പേർക്ക് ഇന്ന് വിശ്വാസമുണ്ട്? കർത്താവ് എൻ്റെ സകല കാര്യങ്ങൾക്കും, എൻ്റെ ഏത് മേഖലകൾക്കും ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവം. എൻ്റെ പ്രതിസന്ധികളെ മാറ്റാൻ കഴിവുള്ള, എൻ്റെ പ്രശ്നങ്ങളെ മാറ്റാൻ കഴിവുള്ള, എൻ്റെ വേദനകളെ മാറ്റാൻ കഴിവുള്ള, എൻ്റെ ദുഃഖങ്ങളെ മാറ്റാൻ കഴിവുള്ള എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എത്ര പേര് ഇന്ന് വിശ്വസിക്കുന്നുണ്ട്? ഒന്ന് കരമുയർത്തി പറഞ്ഞേ, കർത്താവേ, എൻ്റെ പ്രതിസന്ധികളെ അവിടുന്ന് മാറ്റും. എൻ്റെ പ്രശ്നങ്ങൾ, ഇസ്രായേലിന്റെ ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി കാണത്തില്ല, ഇന്ന് വന്ന കഷ്ടം ഇനി എനിക്ക് വരത്തില്ല. പകരം എന്നെ അനുഗ്രഹിക്കുന്ന, എന്നെ വിശുദ്ധീകരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം എന്റെ കൂടെ ഉണ്ടെന്ന് ഒന്ന് വിശ്വാസത്തോടെ എന്ന് പറഞ്ഞ, കർത്താവേ, അവിടുത്തെ ദൈവിക സാന്നിധ്യം എന്റെ കൂടെയുണ്ട്. ദൈവത്തിന്റെ ദൂതന്മാരുടെ ഗണം എന്റെ കൂടെയുണ്ട്. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി എന്റെ കൂടെയുണ്ട്. ദൈവ സാന്നിധ്യം എന്റെ കൂടെയുണ്ട്. അവൻ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ടല്ല വിടുന്നത്. ദൈവ സാന്നിധ്യം എന്റെ കൂടെയുണ്ട്. ദൈവത്തിന്റെ വൻ സാന്നിധ്യം എന്റെ കൂടെയുണ്ട്. പുതിയ നിയമസഭ, കർത്താവിന്റെ മണവാട്ടി സഭ എപ്പോഴും അഭിമാനിക്കേണ്ട ഒരു മേഖലയാ. ദൈവത്തിന്റെ ആത്മാവ് എന്റെ കൂടെയുണ്ട്, ഞാൻ ഒറ്റയ്ക്കല്ല. പല വ്യക്തികളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ ഒറ്റയ്ക്കാ, ഞാൻ ഇവിടെ ഇന്ന സ്ഥലത്ത് ഞാൻ ഒറ്റയ്ക്കാ, എനിക്ക് ആരുമില്ല. ചിലര് പറയും, ഒരു പ്രാർത്ഥിക്കാൻ ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ എന്തായിരുന്നു, ഒരു കൂട്ടായ്മ കൂടാൻ ഒരാളില്ല, ഞങ്ങൾ ഒറ്റയ്ക്കാ, പ്രാർത്ഥിക്കാൻ ഒരാളില്ല, ഒരാളെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ അവരുടെ കൂടെ ഇരുന്നൊന്ന് പ്രാർത്ഥിക്കാമായിരുന്നു. ഇങ്ങനെ പറയുന്ന പലരെയും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ കർത്താവിന്റെ ആത്മാവ് പറയുന്നു, പുതിയ നിയമസഭ ഒരിക്കലും ഒറ്റയ്ക്കല്ല, ഒരു സമയത്തും ഒറ്റയ്ക്കല്ല. പത്രോസ് കാരാഗ്രഹത്തിലായിരുന്നു. നമ്മൾ അപ്പസ്തോല പ്രവൃത്തിയിൽ വായിക്കുന്നുണ്ട്, പത്രോസ് കാരാഗ്രഹത്തിലാണ്. അവന്റെ അപ്പുറവും ഇപ്പുറവും സൈന്യാധിപരുണ്ട്, പട്ടാളക്കാരുണ്ട്. അവരുടെ മധ്യേ കിടന്നുകൊണ്ട് പത്രോസ് എന്ത് ചെയ്യായിരുന്ന വായിക്കുന്നത്? അവൻ സുഖമായി കിടന്നുറങ്ങിയ. കാരണം പത്രോസിനെ അറിയാം, അവൻ ഒറ്റയ്ക്കല്ല, അവന്റെ ചുറ്റും ഒരു സൈന്യം തന്നെയുണ്ട്. അവന്റെ ചുറ്റും ഒരു കർത്താവിന്റെ സൈന്യം തന്നെയുണ്ട്. അതുകൊണ്ട് ഒരു ഭയവും കൂടാതെ അവൻ സ്വതന്ത്രമായി, സന്തോഷത്തോടെ അവൻ സുഖമായി കിടന്നുറങ്ങിയ. ഒരു ആകുലതയില്ല, ഒന്നിനെ കുറിച്ചൊരു ടെൻഷൻ ഇല്ല. കർത്താവിന്റെ ദൂതൻ അവനെ എവിടെ കൊണ്ടുവന്നാക്കിയത് നമ്മൾ വചനം വായിക്കുന്നുണ്ട്. പട്ടണവാതിൽക്കൽ അവനെ പുറത്താക്കുന്നത് വരെ കർത്താവിന്റെ ദൂതൻ അവന്റെ കൂടെ നടന്നു എന്നാ പുതിയ നിയമസഭയിൽ നമ്മൾ വായിക്കുന്നു. അപ്പൊ നമ്മൾ ഒരിക്കലും പറയരുത് ഞാൻ ഒറ്റയ്ക്കാണെന്ന് ഒരിക്കലും നമ്മൾ ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യരുത്. നമുക്കൊരു വചനം വായിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം, അതിന്റെ 18-ാം അധ്യായം, അതിന്റെ 15-ാം വാക്യം നമ്മളൊന്ന് വായിക്കുക. 1 രാജാക്കന്മാർ, അതിന്റെ 18-ാം അധ്യായം, അതിന്റെ 15-ാം വാക്യം നമ്മളൊന്ന് വായിക്കുക. അവിടെ വചനം ഇങ്ങനെയാ കാണുന്നത്. 1 രാജാക്കന്മാർ 18:11. അങ്ങനെ ഇരിക്കെ ഏലിയ ഇവിടെയുണ്ട് എന്ന് എൻ്റെ യജമാനനെ അറിയിക്കാൻ അങ്ങ് കൽപ്പിക്കുന്നല്ലോ. ഞാൻ അങ്ങയുടെ 15-ാം വാക്യം വായിച്ചു. ഏലിയ പ്രതിവചിച്ചു, ഞാൻ സേവിക്കുന്ന കർത്താവാണേ, ഇന്ന് ഞാൻ അവന്റെ മുമ്പിൽ ചെല്ലും, തീർച്ച. അപ്പോൾ ഇവിടെ നമുക്കറിയാം, നമ്മളെല്ലാവരും അറിയുന്ന ഒരു വിഷയമാണ്, ഏലിയായുടെ മുൻപിൽ വലിയൊരു പ്രതിസന്ധി വന്നിരിക്കുക. ഏലിയ അവിടെ ഒരു പ്രവചനം നടത്തി. ആ പ്രവചനത്തിന് ശേഷം ഏലിയായെ തേടി നടക്കുകയാണ്. അവിടുത്തെ രാജാവും പരിവാരങ്ങളും സൈന്യവും മുഴുവൻ ഏലിയായെ തേടി നടക്കുക. കാരണം ഏലിയ മൂലമാണ് ഈ പ്രതിസന്ധി രാജ്യത്തിന് വന്നത്, ഈ വലിയ ക്ഷാമം ഈ രാജ്യത്തിന് വന്നത്. അതുകൊണ്ട് ഏലിയായെ എങ്ങനെയെങ്കിലും തകർക്കണം, ഏലിയായെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം. അതിനുവേണ്ടി ഏലിയായെ തേടി നടക്കുമ്പോ ഇതാ ഏലിയ വന്ന് അവന്റെ മുൻപിൽ വന്ന് നിന്നുകൊണ്ട് പറയുകയാണ്, ഞാൻ ഇവിടെയുണ്ടെന്ന് നിന്റെ യജമാനനോട് പോയി പറയുക. ഏലിയ ഇവിടെയുണ്ടെന്ന് നിന്റെ യജമാനനോട്, നിന്റെ രാജാവിനോട് പോയി പറയുക. അപ്പൊ ശിഷ്യൻ പറയുന്ന കാര്യമുണ്ട്, കർത്താവിന്റെ ദൂതൻ ഒരുപക്ഷെ നീ ഇവിടെ ഉണ്ടെന്ന് ഞാൻ പോയി പറഞ്ഞ അടുത്ത നിമിഷം ഏലിയായെ വലിച്ചെടുത്തുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകും. എന്റെ യജമാനൻ എന്നെ കൊല്ലാനിടയാകും, എന്റെ ജീവൻ അപഹരിക്കും. അതുകൊണ്ട് ഏലിയ അങ്ങനെ ചെയ്യരുത്. ഇത് പറയുമ്പോഴാണ് അതിന്റെ 15-ാം വാക്യത്തില് ഏലിയ പറയുന്നത് ഇങ്ങനെയാണ്. ഏലിയ പ്രതിവചിച്ചു, ഞാൻ സേവിക്കുന്ന കർത്താവാണ്, ഇന്ന് ഞാൻ അവന്റെ മുൻപിൽ ചെല്ലും, തീർച്ച. സത്യവേദ പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെയാ വായിക്കുന്നത്, ഞാൻ സേവിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാണ്, ഞാൻ ഇന്ന് ആരാണെന്ന് അവനെ കാണിച്ചു കൊടുക്കും. ഞാൻ ഇന്ന് അവന്റെ മുൻപിൽ കാണിച്ചു കൊടുക്കും, തന്നെ കാണിച്ചു കൊടുക്കും. ഇങ്ങനെയാണ് അവിടെ കാണുന്നത്. സത്യവേദപുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയുന്നത്, അതായത് സൈന്യങ്ങളുടെ യഹോവയായ ഞാൻ സേവിക്കുന്ന ദൈവം. അങ്ങനെയാണ് ഏലിയ തന്റെ ദൈവത്തെ
വിശേഷിപ്പിക്കുന്നത്. താൻ സേവിക്കുന്ന, താൻ ആരാധിക്കുന്ന, താൻ മഹത്വപ്പെടുത്തുന്ന ദൈവത്തെ ഏലിയ വിശേഷിപ്പിക്കുന്ന ഒരു വാക്കാണ് സൈന്യങ്ങളുടെ യഹോവ. ആ സൈന്യങ്ങളുടെ യഹോവ ആരാണെന്ന് ഞാൻ ഇന്ന് ആഹാബിനെ കാണിച്ചു കൊടുക്കും, ഞാൻ അവന്റെ മുൻപിൽ വെളിപ്പെടുത്തി കൊടുക്കും താൻ ആരാണ്. ഇതാണ് അവിടെ പറയുന്ന ഒരു വാക്യം. പ്രിയമുള്ളവരെ, എന്താണ് ഏലിയ ഇങ്ങനെ ഒരു വാക്യം കൊണ്ട് ഉപയോഗിക്കുന്നത്? സൈന്യങ്ങളുടെ യഹോവ. സൈന്യങ്ങളുടെ യഹോവ എന്ന് എന്തുകൊണ്ട് ഏലിയ ആ യഹോവയെ വിശേഷിപ്പിച്ചു? ഒന്നാമത്തെ കാര്യം. രണ്ട്, നമുക്കറിയാം താഴോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ ആഹാബിനെയും അല്ലെങ്കിൽ ആഹാബിന്റെ അശേരയുടെ പ്രവാചകന്മാരെയും അവിടെ ഉണ്ടായിരുന്ന ബാലിന്റെ പ്രവാചകന്മാരെയൊക്കെ ഏലിയ ഒറ്റയ്ക്ക് നിന്ന് വെല്ലുവിളിക്കുക. പ്രിയമുള്ളവരെ, ഒറ്റയ്ക്ക് നിന്ന്, ഒരാൾ പോലും കൂടെ ഇല്ല അല്ലെ, ഏലിയ ഒറ്റയ്ക്കേ ഉള്ളൂ. ഏലിയ ഒരൊറ്റ ആളേ ഉള്ളൂ. ഏലിയ ഒരു പ്രാവശ്യം കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഞാൻ മാത്രമുള്ളൂ, ഞാൻ തീഷ്ണതയോടെ നിന്റെ മുമ്പിൽ ജ്വലിക്കുക. കർത്താവ് ഏലിയോട് പറഞ്ഞാടാ, ഏലിയ നീ മാത്രമല്ല, വേറെ കുറെ എണ്ണം ഉണ്ട്, വേറെ ഒത്തിരി പേരെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഏലിയ വീണ്ടും ചിന്തിക്കുക, ഞാൻ ഒറ്റയ്ക്കുള്ളൂ എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ നമുക്ക് തെറ്റി. ഏലിയ ഒറ്റയ്ക്കല്ല അവിടെ നിൽക്കുന്നത്. പകരം ഏലിയ പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, സൈന്യങ്ങളുടെ യഹോവയായ ദൈവം നിന്റെ മുൻപിൽ ഇന്ന് വെളിപ്പെടുത്തും അവൻ ആരാണെന്ന്. ആ വെളിപ്പാട് കൊടുക്കുക. ഇത് ഈ കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കാൻ വേണ്ടി നമ്മൾ അടുത്ത വചനം വായിക്കുന്നത് 2 രാജാക്കന്മാരുടെ പുസ്തകം അതിന്റെ 2-ാം അധ്യായം 11-ാം വാക്യം. 2 രാജാക്കന്മാരുടെ പുസ്തകം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിലേക്ക് നമ്മളൊന്ന് കടന്നു പോവുകയാണ്. ആ വചനം ഒന്ന് വായിക്കാമോ? അവർ സംസാരിച്ചു കൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും ആഗ്നേയങ്ങളും വന്ന് അവരെ തമ്മിൽ വേർതിരിച്ചു. അങ്ങനെ ശ്രദ്ധിക്കണേ, ഇവിടെ 2 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒന്ന്, ഏലിയ എന്തുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവയായ ദൈവം ഇന്ന് നിന്റെ മുൻപിൽ അവൻ ആരെന്ന് വെളിപ്പെടുത്തും, എന്തുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ എന്നൊരു വാക്ക് അവിടെ പ്രധാനമായി എടുത്തു? വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ 281 പ്രാവശ്യം പഴയ നിയമത്തില് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ എന്ന് പറഞ്ഞിട്ട് ദൈവത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ദാവീദ് ദൈവത്തെ ആരാധിക്കുമ്പോൾ, ഏശയ പ്രവാചകൻ വിളിച്ചു പറയുമ്പോൾ, ജെറമിയ പ്രവാചകൻ വിളിച്ചു പറയുമ്പോഴൊക്കെ കർത്താവിനെ ഈ ഒരു വാക്കുകൊണ്ട് വിശേഷിപ്പിക്കുന്നുണ്ട്. സൈന്യങ്ങളുടെ യഹോവ എന്ന വാക്കുകൊണ്ട് അവിടെ വിശേഷിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ ഏലിയ എന്തുകൊണ്ട് കർത്താവിനെ സൈന്യങ്ങളുടെ യഹോവ എന്ന് വിശേഷിപ്പിച്ചു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. നമുക്കറിയാം, ഈ 2-ാമത്തെ വാക്യത്തില് നമ്മൾ ഇപ്പൊ വായിച്ച വചനത്തില് ഏലീശായും ഏലിയായും കൂടി ഒരുമിച്ച് യാത്ര പോവുകയാണ്. നമുക്കറിയാവുന്ന വിഷയമാണത്. ഏലീശ പറയുന്നുണ്ട്, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് ലഭിക്കണം, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് ലഭിക്കണമെന്ന് ഏലീശ ഏലിയായോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഏലിയാവിന് മറുപടി പറയുന്നുണ്ട്, ഞാൻ പോകുമ്പോൾ ഞാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ എന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് നിനക്ക് ലഭിക്കും. അങ്ങനെയല്ലേ പറയുന്നേ? അല്ലെ, അങ്ങനെയല്ലേ? ഞാൻ പോകുന്നത് നീ കാണുകയാണെങ്കിൽ എന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് നിനക്ക് ലഭിക്കുമെന്നാണ് ഏലീശായോട് പറയുന്നത്. എന്താണ് ഞാൻ പോകുന്നത് കാണുന്നതിൽ സംഭവിക്കുന്ന കാര്യം? അതായത് ആ ഒരു കാര്യം ചോദിച്ചത് ദുഷ്കരമാണ്, എന്നാൽ ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ നിനക്കത് ലഭിക്കും, കണ്ടില്ലെങ്കിൽ ലഭിക്കുകയില്ല. ശ്രദ്ധിക്കണേ, ഈ വാക്ക് നിങ്ങൾ ഹൃദയത്തിൽ വ്യക്തമായി എഴുതി വെക്കേണ്ട കാര്യമാണ്. ചിലത് കണ്ടാലേ ചില വിളി നിനക്ക് ലഭിക്കത്തുള്ളൂ. ചിലത് കണ്ടില്ലെങ്കിൽ വിളി നിനക്ക് വരത്തില്ല, അനുഗ്രഹം വരത്തില്ല. ചില മേഖല നീ എത്ര യാചിച്ചാലും പ്രാർത്ഥിച്ചാലും നമ്മുടെ മേൽ വരത്തില്ല എന്നാണ് ഈ വാക്യം പറയുന്നത്. എലീശ യാചിക്കുന്നത് ഇതാണ്, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്കാണ്. അത് വരണമെങ്കിൽ ഒരു എന്താ പറയാ, ഒരു മാനദണ്ഡം വെക്കുക. ആ മാനദണ്ഡം ഇതാണ്, ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ. അപ്പൊ ഏലിയായോട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് എടുക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എടുക്കപ്പെടുന്നത് എങ്ങനെയായിരിക്കുമെന്നും ഏലിയയ്ക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് എലീശായോട് പറയുന്നത്, ഞാൻ എടുക്കപ്പെടുന്നത് കണ്ടാൽ നീ എന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്കുകൊണ്ട് പോകും, എന്നേക്കാൾ ശക്തനായ അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ നിന്നിലൂടെ പ്രവർത്തിക്കുമെന്ന് ഒരു വാഗ്ദാനം കൊടുക്കുക. ഈ കാര്യത്തിലാണ് നമ്മൾ ആ 11-ാം വാക്യം വായിച്ചത്. 2:11 നമ്മൾ വായിക്കുമ്പോൾ, 2 രാജാക്കന്മാർ 2:11 വായിക്കുമ്പോൾ എന്താണ് ഏലീശ കണ്ടത് എന്നുള്ളതാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ വാക്യം വായിക്കുമ്പോൾ, അവർ സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ അതാ ഒരു ആഗ്നേയരഥവും ഒരു ആഗ്നേയാശ്വങ്ങളും അവരെ വേർപെടുത്തി ഏലിയ ഒരു ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് ഉയർന്നു. അതായത് ഏലിയായെ ഉയർത്തുവാൻ അല്ലെങ്കിൽ അവരെ തന്മേൽ വേർപെടുത്തിയ മേഖലയാണ് പറയുന്നത്. കർത്താവിന്റെ സൈന്യം ആഗ്നേയരഥങ്ങളാലും
ആഗ്നേയ അശ്വങ്ങളാലും കടന്നു വന്നുകൊണ്ട് കർത്താവിന്റെ സൈന്യം എന്ത് ചെയ്തു? ഏലിയായെയും ഏലീഷായെയും തമ്മിൽ വേർപെടുത്തി. ഇവര് രണ്ടുപേരെയും തമ്മിൽ വേർപെടുത്തി. ഇവര് രണ്ടുപേരെയും തമ്മിൽ വേർപെടുത്തിയത് ഏലീഷ കണ്ടു. എന്താ ഏലീഷ കണ്ടത്? ഇതാ ആഗ്നേയ രഥങ്ങളും ആഗ്നേയ അശ്വങ്ങളും. ആ രഥത്തിൽ അല്ലെങ്കിൽ സൈന്യം വന്ന് ഈ ഏലിയായും ഏലീഷായും തമ്മിൽ വേർപെടുത്തുന്നതാണ് ആര് കാണുന്നത്? ഏലീഷ കാണുന്നത്. ഏലീഷയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഇന്നലെ വരെ ഈ ഏലിയായുടെ കൂടെ നടന്നത് ഒരാളല്ല, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ദൈവത്തിന്റെ സൈന്യം ഏലിയായുടെ കൂടെ നടന്നതുകൊണ്ടാ ഏലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്. ഏലിയ കർത്താവിന്റെ നാമത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്തത്. അവന്റെ കണ്ണ് തുറന്നു, ഏലീഷായുടെ കണ്ണ് തുറന്നു. അന്ന് വരെ ഏലിയായുടെ കൂടെ ഉണ്ടായ ആ ദൈവത്തിന്റെ സൈന്യത്തെ, കർത്താവിന്റെ സൈന്യ വ്യൂഹത്തെ ഏലീഷ കണ്ടു. പിന്നീട് അങ്ങോട്ട് നമ്മൾ വചനം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഏലിയായുടെ കൂടെ ഉണ്ടായ ആത്മാവിന്റെ ഇരട്ടി പങ്ക് ഏലീഷായുടെ കൂടെ ഉണ്ടായിരുന്നു. ഏലീഷ ശക്തമായി വലിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ജോർദാനെ രണ്ടായി വിഭജിച്ചുകൊണ്ട് ഏലീഷ തന്റെ പ്രവർത്തികൾ തുടങ്ങുക. പിന്നീട് ശ്രദ്ധിച്ചോ, നിങ്ങൾ വചനം വായിക്കുമ്പോ ഏലീഷായുടെ കൂടെ പ്രവർത്തിച്ച അതേ ആത്മാവ് തന്നെ, അതിന്റെ ഇരട്ടി പങ്ക് തന്നെ ഏലീഷായുടെ കൂടെ ഉണ്ടായിരുന്നു. ഏലിയ എന്തൊക്കെ ചെയ്തുവോ അതെല്ലാം ഏലീഷ ചെയ്തു. അതേപോലെ തന്നെ ചില മേഖലകൾ ഏലീഷായുടെ മുൻപിൽ കടന്നു വന്നു. അപ്പോ ഒരുവൻ വിളി ലഭിച്ച് അവൻ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോ കർത്താവ് അവന്റെ കണ്ണ് തുറക്കുക. ഇന്നലെ വരെ അവൻ കണ്ട കാഴ്ചയല്ല പിന്നീട് അവൻ കാണുന്നത്, വലിയ കാഴ്ചകൾ അവൻ കാണാൻ തുടങ്ങും. ഏലീഷ അന്ന് വരെ ആഗ്നേയരഥങ്ങളെ കണ്ടിട്ടില്ല, കർത്താവിന്റെ സൈന്യവ്യൂഹത്തെ കണ്ടിട്ടില്ല, ആ സൈന്യത്തിന്റെ പ്രവൃത്തിയെ കണ്ടിട്ടില്ല. അവൻ വിചാരിക്കുന്നത് ഞാനും ഏലിയായും മാത്രം നടന്നു പോവുകയാണ്, ഏലിയായും മാത്രം നടന്നു പോവുക. പക്ഷെ ഏലിയ കാണുന്നത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന ഒരു സൈന്യ വ്യൂഹത്തിന്റെ നടുവിൽ ഇതാ ഏലിയായും ഏലീഷായും നടന്നു പോകുന്നതാണ് ഏലിയ കാണുന്നത്. അതുകൊണ്ടാ ഏലിയ ഏലീഷയോട് പറയുന്നത്, നീ ചോദിക്കുന്നത് ഇത്തിരി പ്രശ്നമുള്ള കാര്യമാണ്, പക്ഷേ കർത്താവ് എന്നെ എടുക്കുമ്പോൾ നീ നിന്റെ കണ്ണ് തുറന്നത് കണ്ടു കഴിഞ്ഞാൽ അന്നു മുതൽ എന്റെ കൂടെ പ്രവർത്തിച്ച ദൈവത്തിന്റെ സൈന്യവ്യൂഹത്തെ നീ കാണും. ഞാൻ ചെയ്ത പോലെ തന്നെ അനേക കാര്യങ്ങൾ, അത്ഭുതങ്ങളും അടയാളങ്ങളും വൻ പ്രവർത്തികൾ നിന്നിലൂടെ കർത്താവ് ചെയ്യും. അതുകൊണ്ട് നീ അത് വിശ്വസിച്ചോ. ഞാൻ പോകുന്നത് എന്നെ തമ്മിൽ വേർപെടുത്തുന്ന നീ കാണണം. കണ്ടു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ സൈന്യത്തെ കാണാനുള്ള ഒരു കണ്ണ് നിന്റെ തുറന്നു തരാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവേ ഞങ്ങൾക്ക് സഹായമായി കടന്നു വരുന്ന ദൈവദൂതന്മാരെ കാണുവാൻ. പത്രോസ് കണ്ടതുപോലെ കാരാഗ്രഹത്തിൽ കഷ്ടതയിൽ കിടക്കുമ്പോ, ദുഃഖത്തിൽ കിടക്കുമ്പോ അവൻ സുഖമായി കിടന്നുറങ്ങിയെങ്കിലേ അവൻ ദൈവത്തിന്റെ സൈന്യത്തെ കണ്ടുകൊണ്ട. രണ്ട് പട്ടാളക്കാരുടെ നടുവിലല്ല പത്രോസെ നീ കിടക്കുന്നത് ദൈവത്തിന്റെ സൈന്യ വ്യൂഹത്തിന്റെ നടുവിലാണ്. കർത്താവിന്റെ സൈന്യ വ്യൂഹത്തിന്റെ നടുവിൽ കിടക്കുന്ന പത്രോസിന് എന്ത് ആകുലത, എന്ത് വിഷമം, എന്ത് കഷ്ടത. നാളെയെ കുറിച്ച് അവൻ ആകുലതയില്ല. കാരണം ഈ രണ്ട് സൈന്യത്തിന്റെ നടുവിലല്ല ഞാൻ കിടക്കുന്നത്, ദൈവത്തിന്റെ സൈന്യ വ്യൂഹത്തിന്റെ നടുവിലാണ് ഞാൻ കിടക്കുന്നത്. ഇന്ന് നമ്മളത് ഏറ്റു പറയണം. കർത്താവേ, ഇന്ന് ലോകം എന്നെ കഷ്ടതയിലേക്ക് കൊണ്ടുപോകും, ബാങ്ക് എന്നെ ജപ്തി ചെയ്യാൻ വരും, ലോകത്തിന്റെ മക്കൾ എന്നെ മോശക്കാരനെന്ന് പറയും, മറ്റുള്ളവരെന്നെ തഴയും, എന്റെ മുകളിലുള്ള ഓഫീസർ എന്നെ കഷ്ടപ്പെടുത്തും, പലരും എന്നെ വേദനിപ്പിക്കും, എന്റെ അയൽപക്കത്തുള്ളവർ എന്നെ വേദന നൽകും. പക്ഷേ ഞാൻ പറയും, ഞാൻ നടക്കുന്നത്, ഞാൻ ഇരിക്കുന്നത് കർത്താവിന്റെ സൈന്യ വ്യൂഹത്തിന്റെ നടുവിലാണ്. ഇനി എനിക്ക് കഷ്ടതയില്ല, ഇനി എനിക്ക് ദുഃഖമില്ല, വേദനയില്ല. പകരം കർത്താവിന്റെ സൈന്യ വ്യൂഹത്തിന്റെ നടുവിലാണ് ഞാൻ നിൽക്കുന്നത്. അത് വിശ്വാസത്തോടെ നമ്മൾ പറയണം. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തമായ കരം നമ്മുടെ മേൽ പ്രവർത്തിക്കണം. പ്രിയമുള്ളവരെ, ഈ ഒരു പ്രവൃത്തി ഏലീഷ കാണുന്ന മേഖല നമ്മൾ ഒന്നുകൂടി ഒന്ന് ആഴത്തിൽ ചിന്തിച്ചാൽ, നിങ്ങൾ ശ്രദ്ധിച്ച 1 രാജാക്കന്മാരുടെ പുസ്തകത്തില് ഏലിയ ആ മലമുകളിൽ ഒരാളുടെ നടുവിലല്ല അവൻ നിൽക്കുന്നത്. അവൻ 850 പേരുടെ, 400 പ്രവാചകന്മാര് അശേരയുടെ ഉണ്ട്, 450 പ്രവാചകന്മാര് ബാലിന്റെ ഉണ്ട്. അവരുടെ നടുവിൽ നിന്നിട്ടാ ഏലിയ ശക്തമായിട്ട് പറയുന്നത്, നീ ഒരു കാളക്കുട്ടിയെ കൊണ്ടുപോവാ. ഞങ്ങൾക്ക് 2 പേർക്കും ഓരോ കാളക്കുട്ടിയെ കൊണ്ടുവന്നതാ. കർത്താവ് ആരുടെ ബലിയാണ് സ്വീകരിക്കുന്നത്, ഏത് ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന് ഞാൻ നിന്നെ കാണിച്ചു തരാം. ഒരാളുടെ മുമ്പിലല്ല അവൻ വെല്ലുവിളിക്കുന്നത്, ഒരു രാജ്യത്തിന്റെ നടുവിൽ,
ഒരു രാജാവിന്റെയും ഒരു വലിയ സൈന്യത്തിന്റെയും ഏകദേശം 850 പ്രവാചകന്മാരെന്ന് പറയപ്പെടുന്ന തിന്മയുടെ ആ ശുശ്രൂഷകരുടെ നടുവിൽ നിന്നുകൊണ്ടാണ് ഏലിയ വെല്ലുവിളിക്കുന്നത്. നീ ഒരു കാളക്കുട്ടിയെ കൊണ്ടുപോവാ, നീയും ഒരെണ്ണത്തിനെ പിടിക്കും, ഞാനും ഒരെണ്ണത്തിനെ വെക്കാം, എന്നിട്ട് നമുക്ക് കർത്താവിന്റെ മുൻപില് അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവത്തെ വിളിച്ച് ആരാധിക്കും, അവൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞു നോക്ക്. ആ 1-ാം അധ്യായത്തിന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്യമുണ്ട്. അതായത് 1 രാജാക്കന്മാർ അതിന്റെ 18-ന്റെ 27-ാം വാക്യം മുതൽ വായിക്കുമ്പോ എനിക്ക് ആ വാക്യം ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിയുമെങ്കിൽ സത്യവേദ പുസ്തകത്തിൽ നിന്നൊന്ന് വായിക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം. നിങ്ങൾ POC എന്ന് വായിക്കുമ്പോൾ മോശമൊന്നുമില്ല, POCയുടെ ഭാഷ കുറച്ച് നല്ല ഭാഷയാണ്, കുറച്ച് എന്താ പറയാ, നമുക്ക് കേൾക്കാൻ സുഖമുള്ള ഒരു ഭാഷയാണ്. വായിച്ചോ സത്യവേദ. ഉച്ചയായപ്പോൾ ഏലിയാവ് അവരെ പരിഹസിച്ചു, ഉറക്കെ വിളിപ്പിൻ, അവൻ ദേവനല്ലോ, അവൻ ധ്യാനിക്കുകയാകുന്നു, അല്ലെങ്കിൽ വെളിക്ക് പോയിരിക്കുകയായിരിക്കുന്നു, അല്ലെങ്കിൽ യാത്രയിലാകുന്നു, അല്ലെങ്കിൽ അവരുടെ ദൈവത്തെ വിശേഷിപ്പിക്കുന്ന ചില വാക്കുകൾ ശ്രദ്ധിച്ചു. അതായത് നമ്മൾ POC വായിക്കുമ്പോൾ ഒരുപക്ഷെ അവൻ ദിവാസ്വപ്നം കാണുകയായിരിക്കും, ദിനചര്യ അനുഷ്ഠിക്കുകയാവും, യാത്രയ്ക്ക് പോയതാവും, അല്ലെങ്കിൽ ഉറങ്ങുകയാവും, നിങ്ങളൊന്ന് വിളിച്ചപേക്ഷിക്കുക എന്നാ പറയുന്നത്. പക്ഷെ സത്യവേദ പുസ്തകത്തിൽ പറയുന്നത് അവൻ വെളിക്കിരിക്കുകയായിരിക്കും എന്നാ പറയുന്നത്. അതായത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, എങ്ങനെ കളിയാക്കാൻ പറ്റും? ഇതിന്റെ അപ്പുറത്തോട്ടൊരു വാക്ക് എങ്ങനെ ഏലിയാക്ക് ഉപയോഗിക്കാൻ പറ്റും? എടാ, നിന്റെ ദൈവമേ, നീ വിളിച്ചപേക്ഷിക്കുന്ന ഈ മരവും കല്ലും ഈ ബാലും ഈ അശേരയൊക്കെ ഇല്ലേ, അത് വെളിക്ക് പോയിരിക്കുകയായിരിക്കും. ഈ വെളിക്ക് പോയിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഷ അറിയാലോ അല്ലേ, ടോയ്ലറ്റിൽ പോയിരിക്കുകയായിരിക്കുന്നു, ടോയ്ലറ്റില്. അതായത് ഇതിൽ കൂടുതൽ കളിയാക്കാൻ പറ്റത്തില്ല, ഇത്രയും അധികം. അതായത് അവന്റെ ദൈവത്തിന്, അവൻ ആരാധിക്കുന്ന ദൈവത്തിന്റെ അവൻ ദൈവമല്ല, അത് വെറും എന്താ പറയാ, എത്രത്തോളം അതിനെ അടിച്ചു താത്താൻ പറ്റുമോ അത് എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഭാഷ ഉപയോഗിക്കുന്നത്, ആ വാക്ക് പറഞ്ഞിട്ട് പറയുന്നത്. ഒന്നുകിൽ അവൻ വല്ല ദിവാസ്വപ്നം കാണുകയായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങുകയായിരിക്കും, അതല്ലെങ്കിൽ വെളിക്ക് പോയിരിക്കുകയായിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇത് പറയുമ്പോ ഏലിയായുടെ ധൈര്യം എന്തുവാ? ഏലിയ ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റ വീശിന് അവന്റെ വാള് ഒന്ന് വീശിക്കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. ഏലിയ ഒരാളല്ല അപ്പുറത്ത് നിൽക്കുന്നത്, 850 പേരാ നിൽക്കുന്നത്. ഇത്രയും ശക്തരായ ആളുകൾ അവിടെ നിൽക്കുമ്പോ ഏലിയ അത് പറയുന്നത്, ഏലിയക്ക് ഒരു ഉറപ്പുണ്ട്, ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ ചുറ്റും ഒരു സൈന്യ വ്യൂഹം നിൽക്കുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്കല്ല. അവർ 850 ആണെങ്കിൽ കോടി സൈന്യം എന്റെ ചുറ്റുമുണ്ടെന്ന് അവൻ വിശ്വസിച്ചുകൊണ്ട് ആ ഒരു ഉറപ്പിൽ അവനത് പറയുന്നേ. ഏതാ, നിന്റെ ദൈവമെന്ന് നീ വിളിച്ച് ആരാധിക്കുന്നവൻ അവൻ വെറും ഒന്നുമല്ല, നീ ഒന്ന് വിളിക്കി, അവൻ വരാണെങ്കിൽ വരട്ടെ എന്ന് ഏലിയ പറയുന്നത് ഈ ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ്. ഇതാ സങ്കീർത്തകൻ അതിന്റെ 68-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തില് ആ വാചനം നിങ്ങളൊന്ന് വായിക്കാം. സങ്കീർത്തകൻ അതിന്റെ 68-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തിന്റെ ദൂതന്മാർ 1000 കോടിയുമായിരിക്കുന്ന പറയും. ദൈവത്തിന്റെ ദൂതന്മാർ അത് 1ഉം 2ഉമല്ല, അത് 1000 10,000-ൽ നിൽക്കുന്നതല്ല, അത് കോടി. നിനക്ക് എണ്ണാൻ പറ്റാത്തത്രയും, നിനക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല, അത്രയും അധികം ദൈവത്തിന്റെ ദൂതഗണങ്ങൾ, അവന്റെ സൈന്യ വ്യൂഹം എന്റെ ചുറ്റും നിൽക്കുകയാ. പിന്നെ ഞാൻ ആരെ ഭയപ്പെടണം? ഞാൻ എന്തിനെ ഭയപ്പെടണം? ഞാൻ എന്തിനെ ആകുലപ്പെടണം? ഞാൻ എന്തിനെ, ഏത് രാജാവിനെ ഞാൻ ഭയക്കണം? ആഹാബേ, നീ വെറും പുഴുവാ. ആഹാബേ, നിന്റെ സൈന്യം വെറും പുഴുവാ. എന്റെ കർത്താവിന്റെ, എന്റെ യഹോവയുടെ സൈന്യത്തിന് മുൻപിൽ നിന്റെ സൈന്യം ഒന്നുമല്ല, അത് വെറും പുഴുവാ. നീ ധൈര്യമുണ്ടെങ്കിൽ അത് കാണിക്കുന്ന ഏലിയ പറയുന്നത്. കാരണം അവന്റെ ചുറ്റുമുള്ള സൈന്യത്തെ അവന്റെ കണ്ണു തുറന്ന് അവൻ കാണുകയാണ്. ഈ കാഴ്ചയാണ് ഏലീശായോട് പറയുന്നത്, ഞാൻ ആഹാബിന്റെ മുൻപിൽ എന്റെ സൈന്യത്തെ, എന്റെ യഹോവയുടെ സൈന്യത്തെ, ഞാൻ ആരാധിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയുടെ ആ സൈന്യത്തെ ഞാൻ കണ്ടുകൊണ്ടാ ഏലീശ ഞാൻ അവന്റെ മുൻപിൽ വെല്ലുവിളിച്ചത്. ഏലീശ, നീ അത് കാണുകയാണെങ്കിൽ, എന്നെ ബലപ്പെടുത്തിയ, എന്നെ കൂടെ നിന്ന് പിന്താങ്ങിയ, എന്റെ യാത്രകളിൽ എന്റെ കൂടെ നിന്ന, എന്റെ പ്രവൃത്തികളിൽ എന്റെ കൂടെ നിന്ന സൈന്യത്തെ ഏലീശ നീ കാണുകയാണെങ്കിൽ, എന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് ഏലീശ നിന്റെ കൂടെ ഉണ്ടാകും. നീ പൊയ്ക്കോ, നീ പ്രവർത്തിച്ചോ, നീ ജെറിക്കോയോ, നീ യോർദാനെയോ, നീ ചെങ്കടലിനെയോ പിളർത്തുന്നു, നീ സകല കാര്യങ്ങളും നിന്നിലൂടെ ദൈവം ചെയ്യുമെന്ന് ഏലീശ ഏലീശായോട് പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഒന്ന് പറഞ്ഞേ, വിശ്വാസത്തിലെ കർത്താവേ, നിന്റെ സൈന്യം എന്റെ കൂടെയുണ്ട്, നിന്റെ സൈന്യം എന്റെ ചുറ്റുമുണ്ട്. എന്റെ കഷ്ടതയെ മാറ്റുവാൻ, എന്റെ ദുഃഖത്തെ മാറ്റുവാൻ, എന്റെ വേദനയെ മാറ്റുവാൻ, എന്റെ പ്രതികൂലങ്ങളെ മാറ്റുവാൻ, എന്റെ പ്രതിസന്ധിയെ മാറ്റുവാൻ ദൈവത്തിന്റെ സൈന്യ വ്യൂഹം എന്റെ കൂടെയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. ആ സൈന്യ വ്യൂഹം എന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ വിശ്വസിച്ചോണം, അതെന്റെ കൂടെയുണ്ട്, അത് കർത്താവ് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അതാ പത്രോസ് അവിടെ കിടക്കുമ്പോ സുഖമായിട്ട് കിടന്നുറങ്ങുന്നേ. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ സൈന്യം എന്റെ കൂടെയുണ്ട്, എന്റെ യഹോവയുടെ സൈന്യം, എന്റെ കർത്താവിന്റെ സൈന്യം എന്റെ കൂടെയുണ്ട്. വീണ്ടും ശ്രദ്ധിക്കണേ, 2 രാജാക്കന്മാരുടെ പുസ്തകം നമ്മൾ 6-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം വായിക്കുമ്പോ, 2 രാജാക്കന്മാർ അതിന്റെ 6-ന്റെ 17 നമുക്കൊന്ന് വായിക്കാം. ആ വാക്യം വായിക്കുമ്പോ നമ്മൾ ആദ്യം ശ്രദ്ധിച്ച കാര്യം ഇങ്ങനെയാണ്: ഏലിയ അവന്റെ മരണത്തിന്റെ സമയത്താണ് തന്റെ കൂടെയുള്ള ദൂതന്മാരെ കുറിച്ച് തന്റെ ശിഷ്യനായ ഏലീശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അതായത് ഏലിയായുടെ കൂടെ പ്രവർത്തിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയുടെ സൈന്യത്തെ കുറിച്ച്, രഥങ്ങളെ കുറിച്ച്, ആ സൈന്യ വ്യൂഹത്തെ കുറിച്ച് ഏലീശയ്ക്ക് കാണിച്ചു കൊടുത്തത് ഏലിയ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുന്ന സമയത്ത്, അവന്റെ അവസാന സമയത്ത്. പക്ഷേ ഇരട്ടിപ്പങ്കുള്ള, ആത്മാവിന്റെ ഇരട്ടിപ്പങ്കുള്ള ഏലീശ അവന്റെ ശിഷ്യനെ കാണിച്ചു കൊടുക്കുന്നത് അപ്പോഴല്ല, അവൻ ആ പ്രവൃത്തി കാണിച്ചു കൊടുക്കുന്നത് അതിന് മുൻപേ കാണിച്ചു കൊടുക്കുക. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. പിന്നെ ഏലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്ക വിധം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. ഏലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മറ നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. ഒരു വലിയ സൈന്യം ഏലീശയെയും അവന്റെ ശിഷ്യനെയും വളഞ്ഞു നിൽക്കുമ്പോ ഏലീശ കണ്ടുകൊണ്ടിരിക്കുക അതിനേക്കാൾ വലിയ സൈന്യം, യഹോവയുടെ സൈന്യം, സൈന്യങ്ങളുടെ യഹോവയായ എന്റെ ദൈവത്തിന്റെ സൈന്യം എന്റെ ചുറ്റുമുണ്ട്, പിന്നെ ഞാൻ എന്തിനു ഭയപ്പെടണം? എന്നാൽ അവന്റെ ശിഷ്യൻ ഭയപ്പെടുകയാ. അവൻ ഓടി എലീശയുടെ അടുത്ത് വന്നു, അയ്യോ എലീശ, നമ്മളിതാ മരിക്കാൻ പോവുകയാ, നമ്മളിതാ കഷ്ടത്തിലേക്ക് പോവുകയാ, നമ്മുടെ ചുറ്റും വലിയൊരു സൈന്യം, വലിയൊരു ഗണം തന്നെ നമ്മുടെ ചുറ്റും വന്നിരിക്കുക, അതുകൊണ്ട് നമുക്കിനി രക്ഷയില്ല, നമ്മളിതാ തകരാൻ പോവുകയാ. പക്ഷെ എലീശ പറഞ്ഞു, ഇല്ല മകനെ, നിന്റെ കണ്ണ് തുറക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. ഏലീശയ്ക്ക് ഇത് കിട്ടിയത് ഏലിയായുടെ അവസാന സമയത്താണെങ്കിൽ അവന്റെ ശിഷ്യന്റെ കണ്ണ് തുറക്കുന്നത് ഏലീശ പോകുന്ന സമയത്തല്ല, അതിന് മുന്നേ ഏലീശ തുറന്നു കൊടുക്കുക. കാരണം ഏലിയായുടെ ആത്മാവിന്റെ ഇരട്ടി പങ്കുള്ള ഏലീശ അവന്റെ ശിഷ്യന്റെ കണ്ണ് തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നിന്റെ കണ്ണ് തുറക്കട്ടെ, നീ കാണട്ടെ ദൈവത്തിന്റെ സൈന്യ വ്യൂഹത്തെ. നീ ഇനി ഭയപ്പെടത്തില്ല. നിന്റെ മുമ്പിൽ പ്രതികൂലങ്ങൾ വരുമ്പോ, പ്രശ്നങ്ങൾ വരുമ്പോ നീ ഇനി ഭയപ്പെടത്തില്ല. പകരം സൈന്യങ്ങളുടെ യഹോവ നിന്റെ കൂടെയുണ്ടെന്ന് നീ ഏറ്റു പറയണം. വിശ്വാസത്തിൽ നീ അത് ഉറപ്പിച്ചു പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇത് പഴയ നിയമത്തിലുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഓൾഡ് ടെസ്റ്റമെന്റിലുള്ള കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. അടുത്ത ശുശ്രൂഷയിൽ നമ്മൾ ബ്രസംബ്രദറിനോടൊപ്പം ചേരുന്നതിന് മുൻപ് ഒരൊറ്റ കാര്യം നിങ്ങൾ ചിന്തിക്കുക. ഈ ഒരു മേഖല നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇത് ഓൾഡ് ടെസ്റ്റമെന്റിലാണെങ്കിൽ നമ്മൾ ഇന്ന് നിൽക്കുന്നത് ന്യൂ ടെസ്റ്റമെന്റിലാണ്. യേശുവിന്റെ കൃപയ്ക്ക് കീഴില. കൃപയ്ക്ക് കീഴിൽ നീ നിൽക്കുമ്പോ സൈന്യ വ്യൂഹമല്ല നിന്റെ കൂടെയുള്ള, സൈന്യത്തിന്റെ ആധിപനാണ് നിന്റെ കൂടെ ഉള്ളത്. സൈന്യ വ്യൂഹമല്ല ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്, സൈന്യത്തിന്റെ അധിപൻ, ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ കൂടെ വന്ന് വസിക്കുന്നത്. പിന്നെ നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? സൈന്യ വ്യൂഹമല്ല, അതിന്റെ അധിപൻ നമ്മുടെ കൂടെ ഉള്ളപ്പോ, സൈന്യാധിപൻ നമ്മുടെ ഉള്ളപ്പോ, സൈന്യത്തിന്റെ അധികാരി നമ്മുടെ കൂടെ ഉള്ളപ്പോ അവൻ പ്രഖ്യാപിക്കും, അവൻ കൽപ്പിക്കും. നിന്റെ മുൻപിലുള്ള പ്രതിസന്ധികളെ മാറ്റാൻ ആ സൈന്യത്തോട് കൽപ്പിക്കും. ഒരു ശതാധിപന്റെ അടുത്ത് യേശു എന്ന് പറയുന്നുണ്ട്, ഞാൻ നിന്റെ ഭവനത്തിലേക്ക് വരാം. അപ്പൊ ശതാധിപൻ പറയുന്നുണ്ട്, എന്റെ കീഴിലും കുറെ ആളുകളുണ്ട്. ഞാൻ ഒരുവനോട് പോകാൻ പറഞ്ഞ അവൻ പോകും, ഒരുവനോട് വരാൻ പറഞ്ഞ അവൻ വരും. അവൻ എടുത്ത വഴിക്ക് യേശു പറയുന്നുണ്ട്, ഞാൻ വിജാതീയരുടെ ഇടയിൽ ഇത്രയും വലിയ വിശ്വാസം ഞാൻ കാണുന്നു, യഹൂദരുടെ ഇടയിൽ ഇല്ലാത്തൊരു വിശ്വാസം. കാരണം എന്താ? ഈ കർത്താവായ യേശു ക്രിസ്തു സൈന്യത്തിന്റെ അധിപനാണെന്ന് ആ ന്യായാധിപൻ വിശ്വസിച്ചു. കർത്താവായ യേശു ക്രിസ്തു ഒരുവനോട് പ്രഖ്യാപിച്ചാൽ, ആ രോഗത്തിന്റെ ദുരാത്മാവിനെ ശാസിച്ചാൽ അവൻ പുറത്തു പോകണം. കാരണം സൈന്യാധിപനായ ക്രിസ്തു ആണ് അവൻ എന്ന് ആ ന്യായാധിപൻ വിശ്വസിച്ചു. അതുകൊണ്ടാ ആ വ്യക്തി അത് ഏറ്റുപറഞ്ഞു യേശുവിന്റെ മുൻപിൽ. പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണുകളൊക്കെ നടച്ചേ.
കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് വിശ്വാസത്തോടെ പറഞ്ഞേ, ഇന്ന് ഞാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഇന്ന് ഞാൻ ആയിരിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിന്റെ കൃപയാൽ ഞാൻ ആയിരിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ നാമം എന്റെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ വസിക്കുന്ന ആലയമാണ് എന്റെ ശരീരമെങ്കിൽ, സൈന്യത്തിന്റെ അധിപനായ ക്രിസ്തു എന്റെ കൂടെ ഉണ്ടെങ്കിൽ, എന്റെ പ്രതിസന്ധികളെ, എന്റെ പ്രശ്നങ്ങളെ, എന്റെ വേദനകളെ, എന്റെ ദുഃഖങ്ങളെ മാറ്റാൻ കഴിവുള്ള, എന്റെ സകലത്തിനെയും മാറ്റി മറക്കാൻ കഴിവുള്ള യഹോവയായ ദൈവം, സൈന്യങ്ങളുടെ യഹോവയായ ദൈവം ഇന്ന് എന്റെ കൂടെയുണ്ട്. അത് വിശ്വാസത്തോടെ ഏറ്റു പറഞ്ഞ, കർത്താവേ അവിടുത്തെ നാമം എന്നെ അനുഗ്രഹിക്കട്ടെ, അവിടുത്തെ വിശുദ്ധി എന്റെ കൂടെ ഉണ്ടാകട്ടെ, അവിടുത്തെ പരിശുദ്ധി എന്റെ മേൽ കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, ഇന്ന് ആരൊക്കെ കൂട്ടായ്മയില് ദുഃഖത്താൽ ഭാരപ്പെടുന്ന, വേദനയാൽ, രോഗത്താൽ, ഏതെങ്കിലുമൊക്കെ മേഖലയാൽ ആയിരിക്കുന്നുവോ, അവരുടെ എല്ലാം മേൽ സൈന്യങ്ങളുടെ യഹോവയായ ദൈവം തന്റെ സൈന്യത്തെ അയച്ച്, സൈന്യത്തിന്റെ അധിപനായ ക്രിസ്തു തന്റെ സൈന്യത്തെ അയച്ച്, കർത്താവരുടെ പ്രതിസന്ധികളെ, ഇവരുടെ പ്രശ്നങ്ങളെ, ഇവരുടെ വേദനകൾക്ക് ഒരു പരിഹാരമായി, രോഗങ്ങൾക്ക് ഒരു സൗഖ്യമായി യേശുവെ അവിടുന്ന് കടന്നു വരണമേ. അവരുടെ ദുഃഖങ്ങളെ മാറ്റിക്കളയണമേ. അവരുടെ വേദനകളെ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്വാസിച്ച് പ്രാർത്ഥിക്കുന്നു, വിടുതലിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ സാന്നിധ്യം കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വൻ കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.